എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിജേഷ്, ACD ഇൻസ്ട്രക്ടർ, ഗവൺമെന്റ് ഐടി കുറുമാത്തൂർ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പ്രൊജക്ഷനുമായി ബന്ധപ്പെട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തത്. അതിന്റെ അവസാന ഭാഗത്ത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്താണെന്നും അതിന്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് എടുക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിന്റെ ടോപ്പിക്കാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ പാർട്ട് 2. നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദി ബേസിക് റിക്വയർമെന്റ്സ് ഫോർ ഡ്രോയിങ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഡ്രോ ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് അടിസ്ഥാനപരമായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആണ്. 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 2-3 കാറ്റഗറിയിൽ വരാം. ഒന്ന്, ഫസ്റ്റ് ഇയർ ട്രെയിനീസിനെ സംബന്ധിച്ചിടത്തോളം ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ബ്ലോക്കുകളായിരിക്കാം, ഡിഫറെന്റ് ഷേപ്സിലുള്ള സിമ്പിൾ ബ്ലോക്കുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു L ഷേപ്പിലുള്ള ഇതുപോലെയുള്ള ഒരു ബ്ലോക്കാണ്. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്ലോക്ക്. ഇത് കൂടാതെ ഡിഫറെന്റ് ഷേപ്സിൽ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുള്ള ഷേപ്പുകളുള്ള ബ്ലോക്കുകൾ നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ട്രെയിനീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്. അതൊരു ഐസോമെട്രിക് വ്യൂയിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് 3 വ്യൂസും പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഐസോമെട്രിക് വ്യൂ ഒക്കെ. അപ്പോ അതൊരു കാറ്റഗറി. അതല്ലെങ്കിൽ സെക്കൻഡ് ഇയർ ട്രെയിനീസിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മെക്കാനിക്കൽ ട്രേഡ് ആണെങ്കിൽ പല മെഷീൻ പാർട്സ് ആണ് അവിടെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷന്റെ രീതിയിലേക്ക് വരുന്നത്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവൽ. ഇനി സിവിൽ ട്രേഡ് ഒക്കെ ആണെങ്കിൽ എന്താണ്, ബിൽഡിംഗ് അതുപോലെയുള്ള കാര്യങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് തൽക്കാലം ഇന്ന് എടുക്കാൻ പോകുന്നത് ഏത് ഒബ്ജക്റ്റ് ആണെങ്കിലും ശരി, നമുക്ക് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ നമുക്ക് ഡ്രോ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇയർ ട്രെയിനീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങളാണ് കൂടുതൽ നോക്കേണ്ടത്. ഓക്കെ, അതാണ് ഫസ്റ്റ് ബേസിക് റിക്വയർമെന്റ്. ഇനി സെക്കൻഡ് റിക്വയർമെന്റ് ഈസ്, അതുപോലെ തന്നെ ഞാനിപ്പോ ഇവിടെ തൽക്കാലം ഒരു ഒബ്ജക്റ്റ് ഇവിടെ വരയ്ക്കാണ്. ഒരു റെക്ടാംഗുലർ ബ്ലോക്ക് ആണ് ഞാൻ തൽക്കാലം ഇവിടെ വരയ്ക്കുന്ന ഒരു ഒബ്ജക്റ്റ്. റെക്ടാംഗുലർ ബ്ലോക്ക് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ സങ്കല്പിച്ചുകൊണ്ട് വരയ്ക്കാണ്. ഓക്കെ, ഇനി സെക്കൻഡ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റിനെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി, ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഒരു ഒബ്സർവർ എന്ന് പറയുന്നു. ഒബ്സർവർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നിരീക്ഷകൻ. സെക്കൻഡ് റിക്വയർമെന്റ് ഒബ്സർവർ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിനെ പല വശങ്ങളിൽ നിന്നും നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിരീക്ഷകൻ എന്നാണ് അർത്ഥം. നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ എന്താണ് പറഞ്ഞത്? ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വിവിധ വശങ്ങളിൽ നിന്ന് കാണുന്ന വ്യൂസ് ഒരു പ്രതലത്തിൽ ഒരു പ്രത്യേക രീതിയിൽ വരച്ചെടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിനെ നിരീക്ഷിക്കണം ഓരോ വശങ്ങളും. അതിനു വേണ്ടിയുള്ള ഒരു വ്യക്തി, അതാണ് ഒബ്സർവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ തൽക്കാലം ഒബ്ജക്റ്റ് L ഷേപ്പിലുള്ളത് ഞാൻ എടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനെ നിരീക്ഷിക്കുന്നത് തൽക്കാലം ഞാനാണ്. നിങ്ങളുടെ കേസിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒബ്ജക്റ്റ് ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നിരീക്ഷകൻ അല്ലെങ്കിൽ ഒബ്സർവർ ആരാണ്? നിങ്ങൾ തന്നെയാണ് ഒബ്സർവർ. ഓക്കെ, ഇപ്പൊ സെക്കൻഡ് വൺ ഒബ്സർവർ. ഞാനിവിടെ ഒബ്സർവറിന്റെ സ്ഥാനത്ത് ഒരു ടോർച്ച് ലൈറ്റ് തൽക്കാലം സങ്കല്പിക്കുകയാണ്. ഒരു ടോർച്ച് ലൈറ്റ്. ഓക്കെ, എന്താണ് കാര്യങ്ങൾ എന്ന് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ അത് കാര്യം എടുത്തത്, ടോർച്ച് ലൈറ്റ്. ഇനി തേർഡ് വൺ, വളരെ പ്രധാനപ്പെട്ടതും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. ഓക്കെ, പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്താണ്? പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. എന്താണ് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ? നമ്മൾ ഈ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിനെ, ആ പ്രൊജക്ഷൻ ഡ്രോ ചെയ്യുന്നതിന് വേണ്ടി ഒരു സർഫസ് ആവശ്യമാണ്, ഒരു പ്ലെയിൻ സർഫസ്. അത്തരത്തിലുള്ള ഒരു പ്ലെയിൻ സർഫസിനെയാണ് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഞാനിപ്പോഴും ഒരു പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ വരക്കാം തൽക്കാലം. ഒബ്ജക്റ്റിന് പുറകിൽ ഒരു പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ അവിടെ ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ നടക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഈ ഒബ്സർവർ നിരീക്ഷിക്കുന്ന സമയം ഇവിടെ ഫ്രണ്ടിലുള്ള ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗമാണ് കാണുക. അതിന്റെ കാര്യം അവിടെ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന എവിടെയാ? പ്ലെയിനിലാണ്. ഇതാണ് പ്ലെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ പ്ലെയിൻ ആണ് ഇത്. ഇതെന്താണ്? ഒബ്ജക്റ്റ് ആണ്. ഇതാണ് ഒബ്സർവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും എങ്ങനെയാണ് അതിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നത്? അതിന്റെ ബേസിക് രൂപം എന്ന് പറയുന്നത്, ഇവിടുന്ന് ഒരു ലൈറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ലൈറ്റ് റേസ് ഇതിന് മുകളിൽ പതിക്കും. അതിന്റെ ഷാഡോ
ഇതുപോലെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇതാണ് നമ്മളുടെ പ്രൊജക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊജക്ഷൻ ക്ലിയർ ആണല്ലോ. ഈ ലൈൻസ്, അതായത് ഒബ്ജക്റ്റിനും പ്രൊജക്ഷനും ഇടയിലുള്ള ഇമാജിനറി ലൈൻസ്, ആ ലൈൻസിനെയാണ് പ്രൊജക്ടേഴ്സ് എന്ന് പറയുന്നത്. പ്രൊജക്ടേഴ്സ്. ഓക്കെ, കുറച്ചൊക്കെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡ്രോ ചെയ്യുന്നതിന് അത്രത്തുള്ള കാര്യങ്ങൾ അറിയില്ല, എങ്കിൽ പോലും ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇതാണ് അതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകും. അതായത് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട വളരെ ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്താണ്, അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അതുകൂടി ഒന്ന് നോക്കാം. ഇപ്പൊ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് രണ്ട് പ്ലെയിനുകളുടെ ഒരു സമ്മിശ്ര രൂപമാണ് ഉപയോഗിക്കുന്നത്. രണ്ട് പ്ലെയിനുകളുടെ സമ്മിശ്ര രൂപം എന്ന് പറഞ്ഞാൽ അതിൽ ആദ്യത്തെ പ്ലെയിൻ എന്ന് പറയുന്നത് ഇതുപോലെ ഒരു പ്ലെയിൻ ആയിരിക്കും. ഓക്കെ, ഇതുപോലെ പ്ലെയിൻ. ഈ പ്ലെയിനെ വേണമെങ്കിൽ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാൻ കുഴപ്പമില്ല. എങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ കുഴപ്പമില്ല. ഈ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താ, ഈ പ്ലെയിൻ ഞാൻ നിന്നിരിക്കുന്ന സർഫസിന് പെർപെൻഡിക്കുലർ 90 ഡിഗ്രിയാണ്. ഓക്കെ, അത്തരത്തിലുള്ള പ്ലെയിന് പറയുന്ന പേരാണ് വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പൊ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനിൽ ആദ്യത്തത് വെർട്ടിക്കൽ പ്ലെയിൻ, അതിന് ഡിനോട്ട് ചെയ്യുന്നത് VP എന്നാണ്. ഓക്കെ, സെക്കൻഡ് വൺ ഇതുപോലെ ഒരു പ്ലെയിൻ ആണ്. ഇതിന്റെ പ്രത്യേകത എന്താ, ഇതിനെ നിങ്ങൾക്ക് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ ഇപ്പോഴെല്ലാം ഇതിന്റെ പ്രത്യേകത എന്താ, ഞാൻ നിന്നിരിക്കുന്ന സർഫസിന് പാരലൽ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ കാണിച്ചിരിക്കുന്ന വെർട്ടിക്കൽ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, 90 ഡിഗ്രിയിലായിരിക്കും. അത്തരത്തിലുള്ള ഈ പ്ലെയിന് പറയുന്ന പേരാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. അതിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ HP എന്നാണ്. ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ. ഈ രണ്ട് പ്ലെയിനുകളും കൂടി ചേരുമ്പോൾ കിട്ടുന്ന ഒരു സമ്മിശ്ര രൂപം അല്ലെങ്കിൽ മിക്സഡ് പാറ്റേൺ, അതാണ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതുപോലെ ഒരു രൂപമായിരിക്കും. ക്ലിയർ കാണുന്നുണ്ടല്ലോ, ഇതുപോലെ ഒരു രൂപം. ഓക്കെ, ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് പ്ലെയിനുകളുടെ സമ്മിശ്ര രൂപമാണ്. അതിൽ ഈ കളർ പ്ലെയിൻ കാണുന്നത് എന്താണ്, വെർട്ടിക്കൽ പ്ലെയിൻ. വൈറ്റ് പ്ലെയിൻ എന്ന് പറയുന്നത് എന്താണ്, ഹൊറിസോണ്ടൽ പ്ലെയിൻ. രണ്ടും കൂടി ചേരുമ്പോൾ കാണുന്നത് പ്രത്യേകത കാണാം. നിങ്ങൾക്ക് ഇവിടെ 4 സ്പേസുകൾ രൂപപ്പെട്ടു. ഏതൊക്കെയാ, ഒരെണ്ണം ഇവിടെയുണ്ട്, രണ്ടാമത് ഇവിടെയുണ്ട്, മൂന്നാമത് ഇവിടെയുണ്ട്, നാലാമത് ഇവിടെയുണ്ട്. ഓക്കെ, അപ്പൊ അതെന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഇത്തരത്തില് ഉള്ള പ്ലെയിൻ ആണ് നമ്മൾ പ്രൊജക്ഷനിൽ, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ ഉപയോഗിക്കാൻ പോകുന്നത്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇമാജിനറി കൺസെപ്റ്റ് ആണ്. അതായത് നമുക്ക് വിഷ്വലൈസേഷൻ മാക്സിമം വേണ്ടിയുള്ള കാര്യമാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എടുക്കുന്ന പ്ലെയിൻ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി പ്ലെയിൻ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പ്ലെയിൻ ഞാനിപ്പോ തൽക്കാലം നിങ്ങൾക്ക് ഒരു കാർഡ്ബോർഡ് അല്ലെങ്കിൽ ഒരു കളർ പ്ലെയിൻ ആയിട്ട് കാണിച്ചിരിക്കാം മനസ്സിലാവാൻ വേണ്ടി. നിങ്ങൾ യഥാർത്ഥത്തിൽ ഇത് കൺസിഡർ ചെയ്യേണ്ടത് ഒരു ട്രാൻസ്പെറന്റ് പ്ലെയിൻ ആണ്. അതായത് ഈ ട്രാൻസ്പെറന്റ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തൊട്ടപ്പുറമുള്ള മറ്റെന്ത് വസ്തുക്കളെയും കാണാൻ സാധിക്കണം. അത്തരത്തിലുള്ള ഒരു ട്രാൻസ്പെറന്റ് പ്ലെയിൻ ആണ് ഇത് മുഴുവൻ. ഓക്കെ, അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം, ട്രാൻസ്പെറന്റ് പ്ലെയിൻ. ഓക്കെ, പിന്നെ അതിന്റെ കൂടെ പറയാനുള്ള കാര്യം 4 സ്പേസുകളാണെന്ന് പറഞ്ഞല്ലോ. ഈ 4 സ്പേസുകൾക്ക് നമുക്ക് പേര് കൊടുക്കാം. അതിന് പറയുന്ന പേരാണ് ക്വാഡ്രന്റ് എന്ന് പറയും. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള വേർഡാണ്. 4 സ്പേസുകളെ പറയുന്ന പേരാണ് ക്വാഡ്രന്റ്സ് എന്ന് പറയും. അപ്പൊ എത്ര ക്വാഡ്രന്റ്സ് ഉണ്ട് ഇവിടെ, 4 ക്വാഡ്രന്റ്. 1 2 3 4. അതിന്റെ പേരുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. ഓരോരുത്തരും ഓരോ പേരുകൾ ഉണ്ടാവും. അതെങ്ങനെയാണെന്ന കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ എങ്ങനെയാണ് ഈ ക്വാഡ്രന്റിന്റെ പേര് നൽകുന്നത് കൂടെ പറയണം. ക്വാഡ്രന്റിന്റെ പേര് നൽകാൻ നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മാറിപ്പോകാൻ പാടില്ല. എപ്പോഴും മാറിപ്പോകുന്ന കേസാണ്, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. നിങ്ങൾ ഈ 4 ക്വാഡ്രന്റും ഡയറക്റ്റ് കാണുന്നത് എവിടെയാണോ അവിടെ പോയി നിൽക്കുക. അപ്പൊ ഞാനിപ്പോ നിങ്ങളുടെ വ്യൂയിലാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാ, നിങ്ങൾക്ക് 4ഉം ഡയറക്റ്റ് കാണാലോ. ഇപ്പൊ എന്റെ വ്യൂവിൽ പറഞ്ഞാൽ എനിക്ക് 4ഉം ഡയറക്റ്റ് കാണാൻ പറ്റില്ല. ഇവിടെയും കാണാം, ഇവിടെ ഇൻഡയറക്റ്റ് കാണാൻ സാധിക്കും. ട്രാൻസ്പെറന്റ് ആണ്, പക്ഷെ ഇൻഡയറക്റ്റ്. അതുകൊണ്ടാണ് 4ഉം ഡയറക്റ്റ് ആയിട്ട് കാണുന്നത്. ഒന്നുകിൽ ഇവിടെ നിന്ന് വരാം, അല്ലെങ്കിൽ തിരിച്ചതാ, ഇങ്ങനെ പറയാം. ഞാനിപ്പോ നിങ്ങളുടെ വ്യൂയിലാണ് പറയുന്നത്. അപ്പൊ നോക്കാം, ഈ 4ഉം ഡയറക്റ്റ് ആയിട്ട് കാണുന്നത് ഇവിടെയാണല്ലോ. അങ്ങനെയെങ്കിൽ 4ഉം ഡയറക്റ്റ് ആയിട്ട് കാണുന്ന പൊസിഷനിൽ നിങ്ങൾ പോയി നിൽക്കുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ ടോപ്പ്, ഓക്കെ, എബോവ് HP, റൈറ്റ് സൈഡിൽ ടോപ്പ്, ഞാനിപ്പോ ഈ കൈ വെച്ചിരിക്കുന്ന പൊസിഷൻ കാണുന്നുണ്ടല്ലോ, ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്. റൈറ്റ് സൈഡ് ടോപ്പ് ഫസ്റ്റ് ക്വാഡ്രന്റ്. നമ്മളൊരു 2 ഡയമെൻഷൻ പിക്ചർ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റ്. Then go to anti-clockwise direction.
ക്ലോക്ക് വൈസിന് ഓപ്പോസിറ്റ്, ക്ലോക്കിന്റെ സൂചി കറങ്ങുന്നതിന് ഓപ്പോസിറ്റ് ഉള്ള ഡയറക്ഷനിൽ പോവുക. സെക്കൻഡ് കാണുന്നത് സെക്കൻഡ് ക്വാർട്ടന്റ്, തേർഡ് ആണെങ്കിൽ തേർഡ് ക്വാർട്ടന്റ്, ഫോർത്ത് ആണെങ്കിൽ ഫോർത്ത് ക്വാർട്ടന്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഏത് രീതിയിൽ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. മാറിപ്പോകാൻ പാടില്ല, ക്വാർട്ടറിന്റെ പേര് ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല. നിങ്ങളുടെ വ്യൂലാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി മറ്റൊരു പ്രത്യേകതയുള്ളത്, ഈ രണ്ട് പ്ലെയിനുകളും കൂടി ചേരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ യഥാർത്ഥത്തിൽ 4 പാർട്ടുകൾ കാണാം. അതായത് വെർട്ടിക്കൽ പ്ലെയിനിനെ 2 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു പോയിന്റിലൂടെ അല്ലെങ്കിൽ ഒരു ലൈനിലൂടെ. അതുപോലെ ഹൊറിസോണ്ടൽ പ്ലെയിനെയും 2 പാർട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഇപ്പോഴും എന്ത് തന്നെയാ? വെർട്ടിക്കൽ പ്ലെയിൻ. ഇത് രണ്ടും എന്ത് തന്നെയാ? ഹൊറിസോണ്ടൽ പ്ലെയിൻ തന്നെയാണ്. സോറി, ഇത് രണ്ടും ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇത് രണ്ടും വെർട്ടിക്കൽ പ്ലെയിൻ തന്നെയാണ്. ഓക്കെ, ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഒരു ലൈൻ വെച്ചിട്ടാണല്ലോ. ഈ ലൈൻ എന്ന് പറയുന്ന പേരാണ് റഫറൻസ് ലൈൻ. റഫറൻസ് ലൈൻ. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. എക്സ് വൈ എന്നാണ് അതിന് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് ഡ്രോയിങ് ചെയ്യുമ്പോൾ കാണേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, റഫറൻസ് ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ലൈനാണ് റഫറൻസ് ലൈൻ. ഇതൊക്കെ ഇമാജിനറി കൺസെപ്റ്റ് ആണ്, ഹിഡൻ ലൈൻസ് ആണ്. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഇമാജിനറി ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ള ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ, അതായത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ. പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ എന്താണ്? പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ റൂൾ, അതൊരു റൂളാണ്. അതായത് നിങ്ങൾക്ക് ഈ പാർട്ടുകളെ, ഇപ്പൊ 4 പാർട്ടുകൾ ഉണ്ടെന്നുണ്ട്, ഈ പാർട്ടുകളെ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാം, ആവശ്യമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. എത്ര ഡിഗ്രി? 90 ഡിഗ്രി വരെ റൊട്ടേറ്റ് ചെയ്യാം, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. നേരത്തെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ക്വാർട്ടന്റ് പറഞ്ഞു, അതിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ എനിക്ക് ഈ പ്ലെയിനെ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് മാത്രം? ക്ലോക്ക് വൈസ്, ദാ ഇവിടത്തേക്ക് കാണുന്നുണ്ടല്ലോ. ഇനി ഇതിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ താഴേക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഇതിനെ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടം വരെ റൊട്ടേറ്റ് ചെയ്യാം. ഇതിനാണെങ്കിൽ ഇവിടം വരെ, ഇവിടം വരെ. അതിൽ നമുക്ക് ആവശ്യം വരുന്നത്, എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആവശ്യം വരുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനെ മാത്രമേ റൊട്ടേറ്റ് ചെയ്യുന്ന ആവശ്യം വരൂ. അങ്ങനെയെങ്കിൽ ഈ പ്ലെയിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എങ്ങോട്ട് മാത്രം? താഴേക്ക്, അല്ലാതെ മുകളിലേക്ക് 90 ഡിഗ്രി ഇങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം റൂള് പ്രകാരം 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ഞാനിപ്പോ ലാസ്റ്റ് പറഞ്ഞ ക്വാർട്ടന്റ് പ്ലെയിൻ ഓഫ് റൊട്ടേഷനുമായിട്ട്, പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് ഓർത്ത് വെക്കണം. അടുത്ത വരും ക്ലാസ്സുകളിൽ നമുക്ക് ആവശ്യമുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ 4 ക്വാർട്ടന്റ് കണ്ടല്ലോ. ഈ 4 ക്വാർട്ടന്റിലും നിങ്ങൾക്ക് ഒബ്ജക്റ്റിനെ വെക്കാം. ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏത് രീതിയിൽ വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 4 പ്ലെയിനിലും നമുക്ക് ഒബ്ജക്റ്റിന് വെക്കാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒബ്ജക്റ്റിന് വെച്ചതിന് ശേഷം ഏത് രീതിയിലാണ് പ്രൊജക്ഷൻ ചെയ്യാൻ സാധിക്കുക, അതിനിപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാണ്, അത് പ്രത്യേകിച്ച് പ്ലെയിൻ ഓഫ് റൊട്ടേഷനൊക്കെ എവിടെയാണ് ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.